അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മഹത്തായ ദിക്റിനെ കുറിച്ച് പഠിക്കാനും നിങ്ങളോട് പറയാനും ഉദ്ദേശിച്ച് വന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ അഹ്ലുകാരിൽ നമ്മെ പെടുത്തട്ടെ. ഒരു 4 വാചകങ്ങൾ കൂടിയ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. 4 വാചകങ്ങൾ അതിനോടൊപ്പം പറയും. ആ 4 വാചകങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 3 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ അവന് സുബീ നിസ്കാരം കഴിഞ്ഞ് ളുഹാ സമയം വരെ ദീർഘമായ സമയത്ത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹ് ഇങ്ങനെ അവന് സുബഹി നിസ്കരിച്ചത് മുതൽ ളുഹാ സമയം വരെ ഇങ്ങനെ തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെന്ന് കരുതുക. എന്നാൽ എത്ര വലിയ പ്രതിഫലമായിരിക്കും അയാൾക്ക് കിട്ടുക? അത്രയും പ്രതിഫലം അയാൾക്ക് കിട്ടും. ഈ ഒരു വാചകം ഞാൻ പറയാൻ പോകുന്ന 4 വാചകങ്ങളോട് കൂടെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നൊരാൾ പറഞ്ഞാൽ 3 വട്ടം ആവർത്തിക്കണം. എന്നാൽ അത്രയും പ്രതിഫലം കിട്ടും. ഇത് ഞാൻ പറയുന്ന ഹദീസ് എവിടെയാണുള്ളത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമാവും. കാരണം അത്രയും വലിയ മഹത്വം ഈ ചെറിയ ദിക്റിനുണ്ട് എന്ന് കേൾക്കുമ്പോൾ. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു അവിടുത്തെ സ്വഹീഹിൽ 2110 ഹദീസായിട്ട്. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു 1503 ഹദീസായിട്ട്. ഇമാം നസായി അവിടുത്തെ കുബ്രയിൽ പറയുന്നു 9989 ഹദീസായിട്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ആവർത്തിക്കുന്നുണ്ട് 258, 316 തുടങ്ങിയ പേജുകളിൽ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1-ാം വാള്യത്തിൻ്റെയാണ് ആ പേജുകളിൽ പറയുന്നത്. 258, 316, 326, 352 പേജുകളിലൊക്കെ ഈ ഹദീസ് പലവരും ആവർത്തിക്കുന്നുണ്ട്. അബ്ദുബ്നു ഹമൈദ് 704 പറയുന്നുണ്ട്. 704 ഇബ്നു സഅദിൽ 8-ാം വാള്യം 119 പേജിൽ പറയുന്നുണ്ട്. ഹുമൈദി ഈ ഹദീസ് 496 പറയുന്നുണ്ട്. ഇബ്നു അബി ഷൈബ 8-ാം വാള്യം 476 പറയുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദിൽ 647, 831 ഒക്കെ ആയിട്ട് ഹദീസ് പറയുന്നുണ്ട്. നമ്പറുകളാണ്. ഇമാം ബസാർ റളിയല്ലാഹു അൻഹു 5211 ഇബ്നു അബി ഖൈസമ അവിടുത്തെ താരീഖിൽ 783 ഹദീസായിട്ട് പറയുന്നുണ്ട്. ഇബ്നു ഹിബ്ബാൻ 5829 ത്വഹാവി ശറഹുൽ മുഷ്കിലിൽ 6033 ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇബ്നു മുൻദി ഫി തൗഹീദ് അവിടുത്തെ തൗഹീദിൽ പറയുന്ന 563, 565 വരെ. ബൈഹഖി അസ്മാ സിഫാത്തിൽ 400, അതുപോലെ ഷഅബിൽ 604, ദഅവാത്തുൽ കബീറിൽ 107, ഇമാം ബഗവി ശറഹ് സുന്നയിൽ 3374, ഇസ്ബഹാനി 1-ാം വാള്യം 1-ാം നമ്പർ ഹദീസായിട്ട് പറയുന്നുണ്ട്. 1-ാം വാള്യം 177 പറയുന്നുണ്ട്. ഇബ്നു അസാക്കിർ അവിടുത്തെ താരീഖിൽ 17-ാം വാള്യം 165 പേജിൽ പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി എത്രയോ ആളുകൾ. മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ മൗല ആലി തൽഹാൻ ഖുറൈബിൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു എന്ന സനദിലാണ് പറയുന്നത്. അങ്ങനെ ഇനിയും എത്രയോ കിതാബുകളെ പറയാൻ പറ്റും. ശമായിൽ തുർമദിയിൽ 1151 പറയുന്നുണ്ട്.
ബൈഹഖിയിൽ 628 പറയുന്നുണ്ട്. തൊബറാനിയിൽ 24 വാള്യത്തിൽ 160 പേജിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടോ അതിലൊക്കെ എടുത്തു പറഞ്ഞ വളരെ മഷഹൂറായ ഈ ദിക്ർ ഇനിയും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അത്രമാത്രം അവർക്ക് അറിവ് കുറഞ്ഞുപോയി എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന രൂപത്തിൽ, ഇതറിയാത്തവരായി ലോകത്താരും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാവുന്ന അത്രയും വലിയ വിശാലമായ പ്രസിദ്ധമായ ഒരു ഹദീസ്. ഇത് നമുക്കെപ്പോഴും ചൊല്ലാൻ കഴിയണം. ഈ ദിക്ർ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നതായ ഹദീസാണ്. ഈ കിതാബുകളിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഹദീസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മഹദിയായ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ, പ്രിയപ്പെട്ട ഭാര്യയായ, പ്രിയപ്പെട്ട ബീവിയായ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. രാവിലെ സുബഹി കഴിഞ്ഞാൽ ഒരുപാട് സമയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹദിയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറജ മിൻ ഇന്ദിഹാ ബുക്റത്തൻ, അതിരാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് പുറത്തേക്ക് എന്തോ ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ഇരുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് തസ്ബീഹ് ചൊല്ലി സുബ്ഹാനല്ലാഹി ബിഹംദി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഹീന സല്ല സുബ്ഹ വഹിയ ഫീ മസ്ജിദിഹ, മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ജുവൈരിയ റളിയല്ലാഹു അൻഹ സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി ബിഹംദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദിക്ർ ഇങ്ങനെ ആവർത്തിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവിടെ സുബഹി നിസ്കരിച്ച് അവിടുന്ന് പോയതാണ്. പിന്നെ കുറേ കഴിഞ്ഞ് സുമ്മ റജഅ ബഅദ അൻ അൽഹ, ഒരു ളുഹാ സമയമാകുമ്പോഴേക്ക് ഏകദേശം ഒരു 7-8 മണിയാകുന്ന ആ ഒരു ഗ്യാപ്പാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്ന് വീട്ടിലേക്ക് കടന്നു നോക്കുമ്പോൾ വഹിയ ജാലിസ, മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ തസ്ബീഹ് മാല പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് തസ്ബീഹിൻ്റെ കണക്ക് പിടിച്ചിട്ട് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയാ, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തോടെ സ്നേഹത്തോടെ അവിടത്തെയോട് ചോദിച്ചു, മാ സിൽതി അലൽ ഹാലില്ലതി ഫാറഖ്തുകി അലൈഹാ, നേരത്തെ ഞാൻ നിന്നോട് സലാം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴുള്ള അതേ ഇരിപ്പിലാണല്ലോ മോളെ നിങ്ങൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുകയാണ്, ഇത്രയും നേരം തസ്ബീഹ് ചൊല്ലിയല്ലോ. കാലത്ത് ഞാൻ, അതേ നബിയെ ഞാൻ ഇതേ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഒരുപാട് തസ്ബീഹ് ചൊല്ലി തീർത്തു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലഖദ് ഖുൽതു ബഅദകി 4 കലിമാത്തിൻ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഒരു 4 വാചകങ്ങൾ അള്ളാഹുവിന് വേണ്ടി പറഞ്ഞു. സലാസ മറാത്തിൻ, 3 പ്രാവശ്യം ആവർത്തിച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹി ബിഹംദി കൂട്ടിയിട്ട് 4 വാചകങ്ങൾ ഞാൻ പറഞ്ഞു. അതെങ്ങാനും ലൗ വസിനത്ത് ബിമാ കുൽത്തി, നീ ഇതുവരെയും ചൊല്ലിയ തസ്ബീഹുകളെയൊക്കെ ഒരു തുലാസിലും ഞാൻ ഈ 3 വട്ടം ചൊല്ലിയ, ഒരു മിനിറ്റിനുള്ളിൽ 3 വട്ടം ചൊല്ലിയ ആ തസ്ബീഹും നിന്റെ 1.5 മണിക്കൂറുള്ള തസ്ബീഹും എടുത്ത് തൂക്കി നോക്കിയാൽ ലവസിനത്ത് ബിമാ കുൽത്തി മുൻതുല്യവും, ഇതുവരെ നീ ചൊല്ലിയ നിന്റെ തസ്ബീഹിനേക്കാൾ എൻ്റേത് കൂടുതൽ ഭാരമാകും. ലവസനത്ത് ഹുന്നസ്, അതിനെ നിന്റെ അത് തൂക്കുകയാണെങ്കിൽ ലവസനത്ത് ഹുന്ന, ഞാൻ ചൊല്ലിയതായിരിക്കും തൂക്കം കൂടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അഥവാ നീ 1.5 മണിക്കൂർ ചൊല്ലിയതിനെ തൂക്കി ഒരു തുലാസിൻ്റെ തട്ടിൽ വെച്ചു, ഞാൻ ചൊല്ലിയ ആ 3 വട്ടം ചൊല്ലിയതിനെ മറ്റേ തട്ടിലും വെച്ചാൽ എൻ്റേതായിരിക്കും കൂടുതൽ കനം തൂങ്ങുക. ഏതാണ് ആ കലിമത്തെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി
വമിദാദ കലിമാതിഹി, അള്ളാഹുവിനെ ഞാൻ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കണക്കനുസരിച്ച്, എണ്ണമനുസരിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ എണ്ണമനുസരിച്ച്, അള്ളാഹുവിൻ്റെ അർശിനെത്ര ഘനമുണ്ടോ അതനുസരിച്ച്, അള്ളാഹുവിനെത്ര വാചകങ്ങളുണ്ടോ ആ വാചകങ്ങളുടെ എല്ലാം മഷിയുടെ കണക്കനുസരിച്ച് ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിക്കുകയും അവനെ വാഴ്ത്തുകയും ചെയ്യുന്നു എന്നുള്ള വാചകം. അപ്പോൾ അള്ളാഹുവിന് എത്ര സൃഷ്ടികളുണ്ടോ അത്രയും എണ്ണം, കോടാനുകോടി വട്ടം നിന്നെ ഞാൻ സുബ്ഹാനല്ലാഹി ബിഹംദിഹി പറഞ്ഞ് വാഴ്ത്തുന്നു. നിന്റെ തൃപ്തി എത്ര വലുതാണോ അത്രയും വലിയ നിലക്ക് ഞാൻ വണ്ണമായ സ്തുതി നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സുബ്ഹാനല്ലാഹ് പറയുന്നു. നിന്റെ അർശിന് അത്ര ഘനമുണ്ടോ അത്രയും തൂക്കം വരുന്ന രൂപത്തിൽ നിനക്ക് സുബ്ഹാനല്ലാഹി ബിഹംദിഹി ഞാൻ പറയുന്നു. നിന്റെ വാചകങ്ങൾ എഴുതിയാൽ അത് കടലിലെ മുഴുവൻ മഷിയെടുത്തിട്ട് വെള്ളം എടുത്തിട്ട് മഷിയാക്കി ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളെയും കൊത്തിയിട്ട് പേനയാക്കി എഴുതിയാൽ പോലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വാചകങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ മഹത്വങ്ങൾ തീർക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നിന്റെ കലിമത്തുണ്ടല്ലോ, ആ കലിമത്തുകൾക്ക് ഉപയോഗിക്കുന്ന മഷി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം എത്രയുണ്ടോ അത്രയും നിന്നെ ഞാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയുന്നു. ഇതാണ് ഈ 4 വാചകത്തിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞ് 4 വാചകം. ഒന്ന് അദദ ഖൽഖിഹി, വറിളാ നഫ്സിഹി, വസിനത അർശിഹി, മിദാദ കലിമാതി. ഇത് ഞാൻ 3 വട്ടം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട് ജുബൈരിയ. ആ ചൊല്ലിയ എൻ്റെ 3 ദിക്റിനെ എടുത്തൊരു തുലാസിൻ്റെ തട്ടിൽ വെച്ചിട്ട് നീ ഇത്രയും നേരം ചൊല്ലിയ നിന്റെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നുള്ള ആവർത്തനം നീ ആയിരക്കണക്കിന് ഈത്തപ്പഴത്തിൻ്റെ കുരു ചുരണ്ടി വെച്ചിട്ട് ഇവിടെ വൃത്തിയാക്കി വെച്ച് അതെടുത്ത് ദിനേന നീ ചൊല്ലുന്ന തസ്ബീഹുണ്ടല്ലോ, ആ തസ്ബീഹിനെ മൊത്തം മറ്റേ തട്ടിൽ വെച്ചിട്ട് തൂക്കി നോക്കിയാൽ അള്ളാഹുവാണ് എൻ്റെ തസ്ബീഹാണ് ഏറ്റവും കൂടുതൽ തൂങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ മഹദിയെ കൊച്ചാക്കാനല്ല, ഈ തസ്ബീഹിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാനാ. അന്ന് മുതൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ അത് ചൊല്ലിത്തുടങ്ങി. 3 വട്ടം ചൊല്ലിയാൽ തന്നെ ഇത്രയും വലിയ മഹത്വമുള്ള ഈ ദിക്ർ സുബഹിക്ക് ശേഷം നമുക്ക് ഒരു 3 വട്ടം ചൊല്ലാൻ കഴിയുമെങ്കിൽ മഗ്രിബിൻ്റെ ശേഷവും 3 വട്ടം ചൊല്ലുക. ഈ ദിക്റിന് ഇത്രയേറെ മഹത്വം അല്ലാഹു കൊടുക്കുമെങ്കിൽ ഇത് പറയാൻ ഈ ഒരു ചാനൽ നാം ഉപയോഗിക്കുമ്പോൾ, ഇതിൽ സബ്സ്ക്രൈബായിട്ടുള്ള നിങ്ങൾക്കിത് അറിയുമ്പോൾ, നിങ്ങളത് ദിനേന ചൊല്ലാനും മറ്റുള്ളവരെ ചൊല്ലിപ്പിക്കാനും തുനിയുമ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലം ഈ ഉള്ളവനും ഇതിനെ നിയന്ത്രിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും ഇതിനെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കാട്ടുകുക്ക തങ്ങൾക്കുമെല്ലാം ഇതിൻ്റെ ഒരു ഫലവും പ്രതിഫലവുമെല്ലാം ലഭിക്കില്ലേ? ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനിയും എത്രയോ സ്വഹീഹായ ഹദീസുകളിൽ വന്ന മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞിട്ടുമുള്ളതായിട്ടുള്ള ഒരുപാട് ദിക്റും സ്വലാത്തുമെല്ലാം ഈ ചാനലിലൂടെ നമുക്ക് പറയാൻ കഴിയണം. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ മുഹറം 10 മുഹറം 10 രാത്രി ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ഇൻഷാ അള്ളാഹ് നാം ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാളെ ഇൻഷാ അള്ളാഹ് അതൊക്കെ നിങ്ങൾ ചൊല്ലുകയും പിന്നീട് മുഹറം 10 അന്ന് പകലിൽ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് ലഭിക്കും, അതും നിങ്ങൾ ചൊല്ലുക. അള്ളാഹു എല്ലാം ചൊല്ലാനും അറിയാനും ഒക്കെ തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നല്ലവരോടൊപ്പം ചേരാനും നല്ലത് ചെയ്യാനും നല്ലവരായി തീരുവാനും തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ സാദാത്തുക്കളോടൊപ്പം അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ നമുക്കൊരു ചെറിയ ഇടം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സാദാത്തുക്കളുടെ ഉപ്പാപ്പമാരിലെ ഉപ്പയായ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ മുഹറം 10 വരുന്നത്. മഹാനുഭാവന്റെ പേരിൽ നമുക്കൊരു 3 യാസീനെങ്കിലും സയ്യിദുന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഓതാൻ കഴിയണം. നമുക്ക് ധാരാളം മഹാന്മാരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായിട്ട് വളർന്നിട്ടുള്ള ആളുകളെ അറിയാനും കണ്ടുപിടിക്കാനും അവരെ സ്നേഹിക്കുവാനും അവരോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാനും നമുക്കും ഇനി നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കുമെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.